ഇതാണ് ശരാശരി ഒരു മലയാളിയുടെ ഫുഡ് പ്ലേറ്റ്. പ്ലേറ്റിൽ മുഴുവൻ കാർബായിരിക്കും. ഒരു പേരിന് പ്രോട്ടീൻ ഉണ്ടായാൽ ഭാഗ്യം. ഫൈബർ കണ്ടന്റ് നോക്കുകയേ വേണ്ട. പ്രമേഹം ഉള്ളവർ ഈ രീതിയിൽ ഫുഡ് കഴിച്ചാൽ ഒരു കാലത്തും നിങ്ങളുടെ പ്രമേഹം കൺട്രോളിൽ കിട്ടത്തില്ല. നമുക്ക് ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചപാട് ഷുഗർ കയറിപ്പോവും. ഇൻസുലിൻ എടുത്താൽ ഇൻസുലിന്റെ ആക്ഷൻ കിട്ടുമ്പോൾ ഷുഗർ ലോയും വരും. ഇതേ ഫുഡ് തന്നെ നമുക്ക് ബാലൻസ് ആയി കഴിക്കാൻ ശ്രമിച്ചാലോ? സേവ് ചെയ്ത് വെച്ചോ, ഈ വീഡിയോ എന്തായാലും ആവശ്യം വരും. നമ്മൾ കഴിക്കുന്ന ഫുഡ് പോർഷൻ കൺട്രോൾ ചെയ്ത് മാത്രം കഴിക്കുക. ഫൈബർ, പ്രോട്ടീൻ ഫോളോഡ് ബൈ കാർബ് റൂള് നമ്മൾ ഉപയോഗിക്കുക. കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷുഗർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാർബിന്റെ അളവ് പരമാവധി കുറക്കുക. പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഫൈബർ കണ്ടന്റ് ധാരാളം ഉപയോഗിക്കുക. അതായത് സാലഡ്സ്, പച്ച ഇലക്കറികൾ, ഇവയൊക്കെ നമ്മളെ ഫുഡിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചിട്ടും എൻ്റെ ഷുഗർ ലെവൽ കൂടി പോകാത്തതിനുള്ള ഒരേ ഒരു കാരണം ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നത്. അതുപോലെ ഈ റൂൾ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുമുണ്ട്. കൂടുതൽ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.